നമസ്കാരം, ഞാൻ രജിൻദാസ് MS. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നവഗ്രഹങ്ങളുടെയും ദോഷം മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ചെറിയ ക്രിയയാണ് നാം ഇന്ന് പരിചയപ്പെടുവാൻ പോകുന്നത്. ഈ ഒരു കാര്യം ആഴ്ചയിൽ ഒന്നോ മാസത്തിൽ ഒന്നോ ചെയ്തു വന്നാൽ എല്ലാ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളും മാറും. മറ്റൊരു ഗുണഫലം എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ദശ കൊണ്ടും അപഹാരം കൊണ്ടും ഗോചരസ്ഥിതി കൊണ്ടും പ്രതികൂലത്തിൽ വന്നേക്കാം. എന്നാൽ ആ ഗ്രഹങ്ങൾക്കെല്ലാം പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾക്ക് സമയവും ധനവും കണ്ടെത്തുക എന്നത് നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിക്കും ധനസ്ഥിതിക്കും സമയത്തിനും അനുസരിച്ച് പ്രയാസമാണ്. ആയതിനാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പരിഹാരം എല്ലാ ഗ്രഹദോഷങ്ങളെയും ശമിപ്പിക്കുന്ന, നിങ്ങൾക്ക് സ്വയം ചെയ്യുവാൻ കഴിയുന്ന ഒരു പൂജയാണ്. ഇത് ഏത് ദിവസവും ചെയ്യാം. രാവിലെ സൂര്യോദയത്തിന് ശേഷം 9 മണിക്ക് ഉള്ളിലായാണ് ഈ പൂജ ചെയ്യേണ്ടത്. കുളിച്ച് ശുദ്ധമായി വന്ന് വിളക്ക് നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് 5 തിരിയിട്ട് കത്തിക്കുക. കയ്യിൽ 9 നാണയങ്ങളും ചെറിയ ഒരു കഷ്ണം പട്ടും കരുതണം. വിളക്കിന്റെ മുൻപിൽ ഒരു വാഴയിലയിലോ ചെറിയ തളികയിലോ പട്ട് വെക്കുക. ശേഷം 9 നാണയങ്ങളിൽ ഒരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം സൂര്യന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം ആദിത്യായ നമ എന്ന മന്ത്രം 12 തവണ ജപിച്ച് നാണയം ഒരു തവണ മുഖത്തിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം ചന്ദ്രന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം സോമായ നമ എന്ന മന്ത്രം 20 തവണ ജപിച്ച് നാണയം 2 തവണ മുഖത്തിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം അങ്കാരകായ നമ എന്ന മന്ത്രം 14 തവണ ജപിച്ച് നാണയം 9 തവണ മുഖത്തിന് ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം ബുധന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം ബുധായ നമ എന്ന മന്ത്രം 34 തവണ ജപിച്ച് നാണയം 5 തവണ മുഖത്തിന് ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴത്തിന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം ബൃഹസ്പതയേ നമ എന്ന മന്ത്രം 32 തവണ ജപിച്ച് നാണയം 3 തവണ മുഖത്തിന് ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം ശുക്രായ നമ എന്ന മന്ത്രം 40 തവണ ജപിച്ച് നാണയം 6 തവണ മുഖത്തിന് ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം ശനിയുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണമെന്ന് പ്രാർത്ഥിച്ച് ഓം ശനൈശ്ചരായ നമ എന്ന മന്ത്രം 38 തവണ ജപിച്ച് നാണയം 8 തവണ മുഖത്തിനൊഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം രാഹുവിന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം രാഹവേ നമ എന്ന മന്ത്രം 36 തവണ ജപിച്ച് നാണയം 4 തവണ മുഖത്തിന് ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ശേഷം മറ്റൊരു നാണയം കയ്യിലെടുത്ത് നിങ്ങളുടെ ജാതകപ്രകാരം കേതുവിന്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ച് ഓം കേതവേ നമ എന്ന മന്ത്രം 34 തവണ ജപിച്ച് നാണയം 7 തവണ മുഖത്തിന് ഒഴിഞ്ഞ് പട്ടിൽ വെക്കുക. ഇതിനു ശേഷം ഓം നമ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്ര ശനീഭ്യശ്ച രാഹവേ കേതവേ നമ എന്ന മന്ത്രം 3 തവണ ജപിച്ച് എല്ലാ ഗ്രഹദോഷങ്ങളും മാറുവാൻ പ്രാർത്ഥിച്ച് വിളക്കിന് മുന്നിൽ നമസ്കരിക്കുക. സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും ചെയ്യണം.
ശേഷം ഈ നാണയങ്ങൾ ഇരിക്കുന്ന പട്ട് കിഴിയാക്കി അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. സർവ്വദോഷങ്ങളും മാറുവാൻ പ്രാർത്ഥിച്ചു പോരുക. അടുത്ത് ദേവീ ക്ഷേത്രമോ സുബ്രഹ്മണ്യ ക്ഷേത്രമോ ആണെങ്കിൽ ഇതിനായി ചുമന്ന പട്ട് ഉപയോഗിക്കണം. വിഷ്ണു ക്ഷേത്രമോ വൈഷ്ണവ അവതാരമൂർത്തികളുടെ ക്ഷേത്രമോ ആണെങ്കിൽ മഞ്ഞപ്പട്ട് ഉപയോഗിക്കണം. ശിവക്ഷേത്രത്തിലേക്കാണ് സമർപ്പിക്കുന്നതെങ്കിൽ വെള്ള പട്ട് ഉപയോഗിക്കണം. ശാസ്താക്ഷേത്രത്തിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ കറുത്ത പട്ട് ഉപയോഗിക്കണം. ഇത് ഒരാൾക്ക് തന്നെയോ വീട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നോ ചെയ്യാം. ഈ ക്രിയ നമ്മൾ മാസത്തിൽ ഒന്നോ ആഴ്ചയിൽ ഒന്നോ പൗർണമി, അമാവാസി, പ്രദോഷം, സംക്രമം എന്നീ വിശേഷ ദിവസങ്ങളിലോ ചെയ്തു വരുന്നത് സർവ്വദോഷങ്ങളും മാറുവാൻ വളരെ ഗുണകരമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.